നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയേറെ ഡിഗ്രിക്കാർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും തൊഴിലില്ലായ്മ നിലനിൽക്കുന്നതെന്ന്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരും ബിരുദധാരികളും നമ്മുടെ സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ അവർക്ക് കമ്പനികൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രായോഗിക അറിവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനെയാണ് നമ്മൾ സ്കിൽ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഡിഗ്രി കൊണ്ട് മാത്രം ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ നിന്ന് വന്ന ഈ പുതിയ വാർത്ത നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ വർഷം നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് വെറും ഒരു വാർത്തയല്ല, നമ്മളുടെ യുവാക്കളുടെ ഭാവി മാറ്റാൻ പോകുന്ന വലിയൊരു കരാറാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ നാഷണൽ സ്കിൽ ആക്സിലറേറ്റർ ശൃംഖലയിൽ ഇന്ത്യ അംഗമായത് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആഗോള നിലവാരം അല്ലെങ്കിൽ ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ്. ലോകത്തെ മികച്ച 50 കമ്പനികൾ നിശ്ചയിക്കുന്ന നൈപുണ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി ഇന്ത്യയിലെ കോഴ്സുകൾ ക്രമീകരിക്കപ്പെടുക. ഇത് ഇന്ത്യൻ യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ എളുപ്പത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കും. ഇതിനപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഭാവിയിലെ തൊഴിലുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ എനർജി, ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ആഗോള തലത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നേരിട്ട് ഇന്ത്യയിലെ പാഠ്യപദ്ധതികളെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം PPP മോഡൽ വളരെ ആവശ്യമാണ്. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ നേരിട്ട് പരിശീലനത്തിൽ പങ്കാളികളാകുന്നതോടെ പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് അപ്പോൾ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഞാൻ ഇതിനു മുൻപ് സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടും UK എനർജി അഡ്വൈസറായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള സാഹചര്യത്തില് ഇനി പറയാൻ പോകുന്ന മേഖലകളിൽ ഈ നീക്കം കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നൈപുണ്യ വികസനം. നൈപുണ്യ നവീകരണം അഥവാ അപ്സ്കില്ലിംഗ് എന്ന പ്രക്രിയ നാഷണൽ സ്കില്ലിംഗ് ആക്സിലറേറ്റർ വഴി എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് കേവലം പുസ്തക വിജ്ഞാനത്തിനപ്പുറം പ്രായോഗികമായ 4 വഴികളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ആദ്യത്തേത് ഇൻഡസ്ട്രി അലൈൻഡ് കരിക്കുലമാണ്. ലോകത്തെ മുൻനിര കമ്പനികൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പങ്കാളികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. ഈ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സിലബസുകൾ ആക്സിലറേറ്റർ വഴി പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും. അടുത്തത് ഹൈബ്രിഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി തടസ്സപ്പെടുത്താതെ തന്നെ പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മൈക്രോ ക്രെഡൻഷ്യൽസ്, അതായത് ദീർഘകാല കോഴ്സുകൾക്ക് പകരം 2-3 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ചെറിയ കോഴ്സുകളാണ്. ഇത് കൂടാതെ വെർച്വൽ ലാബുകളുടെ ഉപയോഗം. അത്യാധുനിക മെഷീനുകളോ സോഫ്റ്റ്വെയറുകളോ നേരിട്ട് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വെർച്വൽ റിയാലിറ്റി വഴി അവ പ്രവർത്തിപ്പിക്കാൻ പഠിക്കാം. സ്കിൽ പാസ്പോർട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സ്കിൽ പാസ്പോർട്ട്? ഒരാൾ തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ തൊഴിലിനിടയിലോ നേടിയെടുക്കുന്ന വൈദഗ്ധ്യങ്ങൾ അല്ലെങ്കിൽ സ്കിൽസ്, സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയം എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമാണിത്. ഇത് സാധാരണ റെസ്യൂമുകളെക്കാൾ ആധികാരികവും തൊഴിൽ ദാതാക്കൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതുമാണ്. ഈ ശൃംഖലയുടെ കീഴിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു ഡിജിറ്റൽ സ്കിൽ പാസ്പോർട്ട് പദവി ലഭിക്കും. നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സ്കിൽ കോഴ്സ് ഈ ശൃംഖലയിലുള്ള മറ്റ് 30ഓളം രാജ്യങ്ങളിലെ കമ്പനികൾക്കും അംഗീകരിക്കും. ഇത് ആഗോള തലത്തിലുള്ള തൊഴിൽ മാറ്റം അല്ലെങ്കിൽ കരിയർ മൊബിലിറ്റി എളുപ്പമാക്കുന്നു. ഇതുവരെ പറഞ്ഞതിനേക്കാളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതാണ് റീസ്കില്ലിംഗ് വിപ്ലവം. എന്താണ് റീസ്കില്ലിംഗ് വിപ്ലവം? വേൾഡ് എക്കണോമിക് ഫോറം വിഭാവനം ചെയ്യുന്ന റീസ്കില്ലിംഗ് വിപ്ലവം എന്നത് വെറും ഒരു പരിശീലന പരിപാടിയല്ല, മറിച്ച് 2030ഓടെ ആഗോള തലത്തിൽ 100 കോടി ആളുകൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും നൈപുണ്യവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാനുള്ള ഒരു ബൃഹത് സംരംഭമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ആഗോള പൊതു സ്വകാര്യ പങ്കാളിത്തം ആണ്. സർക്കാരുകളും വൻകിട കമ്പനികളും ഈ വിപ്ലവത്തിൽ ഒരേപോലെ പങ്കാളികളാണ്. സർക്കാരുകളാണെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. കമ്പനികളാണെങ്കിലോ ഭാവിയിൽ തങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജീവനക്കാരെയാണ് വേണ്ടതെന്ന് മുൻകൂട്ടി പറയുകയും അതിനായിട്ടുള്ള പരിശീലന ചെലവ് പങ്കിടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആഗോള പൊതു സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത്.
അടുത്തതാണ് സാങ്കേതിക വിദ്യയും സുസ്ഥിരതയും, അല്ലെങ്കിൽ ഗ്രീൻ ആൻഡ് ടെക് സ്കിൽസ് എന്ന് പറയുന്നത്. ഈ സംരംഭം പ്രധാനമായിട്ടും 2 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. ഒന്നാമത്തേതായിട്ട് ഡിജിറ്റൽ സ്കിൽസ്, ഉദാഹരണത്തിന് ഡേറ്റാ സയൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി. അടുത്തതാണ് ഗ്രീൻ സ്കിൽസ്, കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ആവശ്യമായിട്ടുള്ള പുനരുപയോഗ ഊർജം, റിന്യൂവബിൾ എനർജി, സുസ്ഥിര കൃഷി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളാണ് ഗ്രീൻ സ്കിൽസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ UK എനർജി അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്നു. ഇതൊരു ഗ്രീൻ സ്കില്ലാണ്. ഈ ഗ്രീൻ സ്കില്ലിങ് ഇന്ത്യയിൽ വലിയൊരു മാറ്റമായിരിക്കും കൊണ്ടുവരിക. നൈപുണ്യത്തിന് മുൻഗണന നൽകുന്ന തൊഴിൽ വിപണി റീസ്കില്ലിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെയാണ്. ബിരുദ സർട്ടിഫിക്കറ്റുകളെക്കാൾ വ്യക്തിയുടെ കൈവശമുള്ള കഴിവുകൾക്ക് മുൻഗണന നൽകുന്ന രീതിയാണിത്. ഒരാൾക്ക് ജോലി ലഭിക്കാൻ വലിയ ഡിഗ്രികൾ വേണമെന്നതിന് പകരം ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേക നൈപുണ്യം ഉണ്ടോ എന്ന് മാത്രം പരിശോധിക്കുന്ന രീതിയിലേക്ക് കമ്പനികളെ മാറ്റിയെടുക്കാൻ ഈ വിപ്ലവം ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഈ ശൃംഖലയിൽ ചേരുന്നതോടെ നമ്മുടെ സ്കിൽ ഇന്ത്യ പദ്ധതി ആഗോള നിലവാരത്തിലേക്ക് ഉയരും. അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്തവർക്ക് വിദേശ കമ്പനികൾ നേരിട്ട് അംഗീകരിക്കുന്ന ഹ്രസ്വകാല കോഴ്സുകൾ ലഭ്യമാക്കും. സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഡിജിറ്റൽ യുഗത്തില് തുല്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കും. അതിനാൽ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി അല്ലെങ്കിൽ SDGസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തൊഴിൽ പരിശീലനങ്ങൾ ഉണ്ടാക്കുക വഴി നമ്മുടെ രാജ്യത്ത് വലിയ സാമൂഹ്യ മാറ്റമാണ് ഉണ്ടാവുക. അതിനോടൊപ്പം ഡിജിറ്റൽ സർട്ടിഫിക്കേഷൻ വഴി ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്ന ഡിജിറ്റൽ ബാഡ്ജുകളും സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഇതിലൂടെ ഇന്ത്യയിലെ സ്കിൽ ഇന്ത്യ ദൗത്യവും ഈ ആഗോള ശൃംഖലയും തമ്മിലുള്ള സഹകരണം ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് പോലും ഉയർന്ന നിലവാരമുള്ള നൈപുണ്യ വികസനം ഉറപ്പാക്കും. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡിഗ്രിക്കാർ ഉണ്ടായിട്ടും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഈ ഉടമ്പടി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അക്കാഡമിക് നോളജ് വേഴ്സസ് ഇൻഡസ്ട്രി നീഡ്സ്. ഒരു ഘടനാപരമായിട്ടുള്ള വിടവ് ഇന്ത്യയിലെ പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് പിന്തുടരുന്നത് 19ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പാഠ്യപദ്ധതികളാണ്. തിയറിക്ക് മുൻഗണന, പ്രായോഗിക പരിശീലനത്തിന് പകരം തിയറിക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന രീതിയാണിത്. ഞാൻ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നവർക്ക് പോലും ഒരു യഥാർത്ഥ തൊഴിൽ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെന്റിൽ എത്തുമ്പോൾ പതർച്ച ഉണ്ടാകുന്നു. ഇതോടൊപ്പം അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത സിലബസ് കൂടി ആകുമ്പോൾ പ്രശ്നം സങ്കീർണമാകുന്നു. ടെക്നോളജി ഓരോ 6 മാസത്തിലും മാറുമ്പോൾ സർവകലാശാല സിലബസുകൾ മാറാൻ വർഷങ്ങൾ എടുക്കുന്നു. ഈ വിടവ് നികത്താൻ വ്യവസായ സ്ഥാപനങ്ങൾ നേരിട്ട് സിലബസ് രൂപീകരണത്തിൽ പങ്കാളികളാകുന്നു. അടുത്തത് ഡിജിറ്റൽ ഡിസ്റപ്ഷൻ ആണ്. AI-യും ഓട്ടോമേഷനും ജോലികൾ ഇല്ലാതാക്കുകയല്ല, പകരം ജോലിയുടെ സ്വഭാവം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റുട്ടീൻ ടാസ്ക് വേഴ്സസ് ക്രിയേറ്റീവ് ടാസ്ക്. ആവർത്തന സ്വഭാവമുള്ള ജോലികൾ മെഷീനുകൾ ഏറ്റെടുക്കുന്നു. മനുഷ്യർക്ക് ഇനി വേണ്ടത് ഡേറ്റ വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവാണ്. മുൻപ് ഡേറ്റ എൻട്രി അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇന്ന് ജോലി കിട്ടണമെങ്കിൽ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് കൂടി അറിഞ്ഞിരിക്കണം. ഈ നൈപുണ്യങ്ങൾ സാധാരണ ഡിഗ്രി ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി സോഫ്റ്റ് സ്കിൽസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഭാവം. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും മെഷീനുകൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവയെയാണ് ഹ്യൂമൻ സ്കിൽസ് എന്ന് വിളിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപതി. ആളുകളെ മനസ്സിലാക്കാനും അവരോട് കാര്യക്ഷമമായിട്ട് സംസാരിക്കാനുമുള്ള കഴിവും എംപതി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം ക്രിട്ടിക്കൽ തിങ്കിങ്ങും വെൽഫെയർ കേസ് വർക്ക് അനുഭവത്തിൽ നിന്ന് എത്ര പ്രധാനമാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു പ്രശ്നത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാനും പരിഹാരം കണ്ടെത്താനുമുള്ള കഴിവ് പലപ്പോഴും പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. ആഗോള നിലവാരത്തിലുള്ള പരിശീലനം വഴി ഇത്തരം ലൈഫ് സ്കിൽസ് യുവാക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിലെ മാറ്റം അനിവാര്യമാണ്. ഡിഗ്രി എന്നാൽ ജോലി എന്ന പഴയ സോഷ്യൽ കോൺട്രാക്ട് ഇന്ന് തകർന്നിരിക്കുകയാണ്. ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇന്ന് നിലനിൽപ്പിന് ആവശ്യം. ഒരിക്കൽ പഠിച്ചതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാമെന്ന കാലം കഴിഞ്ഞു. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു ശീലമായിട്ട് മാറണം. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് സർട്ടിഫിക്കറ്റ് വേഴ്സസ് കോമ്പിറ്റൻസിയുടെ പ്രസക്തി. കമ്പനികൾ ഇന്ന് നിങ്ങളുടെ പക്കൽ ബിരുദാനന്തര ബിരുദമുണ്ടോ എന്ന് നോക്കുന്നതിനേക്കാൾ തന്നിരിക്കുന്ന ടാസ്ക് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എന്ത് ശേഷിയുണ്ടെന്ന് പരീക്ഷിക്കുന്നു. ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇന്ത്യ ഒപ്പിട്ട ഉടമ്പടി ഈ പ്രശ്നങ്ങൾക്കുള്ള നേരിട്ടുള്ള പരിഹാരമാണ്. സിലബസ് ഓവർഹോൾ. ഇൻഡസ്ട്രി 4.0 ആവശ്യപ്പെടുന്ന സ്കില്ലുകൾ സ്കൂൾ തലം മുതൽ ഉൾപ്പെടുത്തും. ആഗോള എക്സ്പോഷർ ആണ് ഇനി അടുത്തത്. ആഗോള കമ്പനികൾ തന്നെ
ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മെന്റർഷിപ്പ് നൽകും. ഇതോടൊപ്പം സ്കിൽ ഫസ്റ്റ് ഹയറിംഗ് നടപ്പാക്കും. ഡിഗ്രിക്ക് പകരം സ്കില്ലുകൾക്ക് പ്രാധാന്യം നൽകുന്ന നിയമന രീതികൾക്ക് പ്രോത്സാഹനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്ത്യ ഒപ്പിട്ട ഈ ഉടമ്പടി വെറും ഒരു ഔദ്യോഗിക രേഖയല്ല. ഇത് നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നാഷണൽ സ്കിൽ ആക്സിലറേറ്റർ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഗ്രാമങ്ങളിലെ ചെറിയ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലോക നിലവാരത്തിലുള്ള പരിശീലനം ലഭിക്കും. കമ്പനികള് ഡിഗ്രി സർട്ടിഫിക്കറ്റിനേക്കാൾ നിങ്ങളുടെ പ്രൂവൺ സ്കിൽസിന് മുൻഗണന നൽകുന്ന ഒരു കാലം അതിവേഗം വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാത്തവര് കരിയർ ബേസിൽ പിന്നിലായി പോകും എന്നത് ഉറപ്പാണ്. ഇന്നത്തെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: അപ്സ്കില്ലിംഗ് തന്നെയാണ് മന്ത്രം. നിങ്ങളുടെ പഠനം കോളേജ് കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല. പഴയ രീതിയിലുള്ള അക്കാഡമിക് പഠനം കൊണ്ട് 2026 തൊഴിൽ വിപണി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ കാലഹരണപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. പുസ്തകത്തിലെ തിയറികൾക്ക് പുറമെ പ്രായോഗികമായിട്ടുള്ള ഇന്റേൺഷിപ്സുകളും പ്രോജക്റ്റുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഇക്വിറ്റി അനലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, കഴിവിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മുടെ രാജ്യം വികസിത ഭാരതം 2047 എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് കുതിക്കുന്നത്. 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറുമ്പോൾ ലോകത്തെ നയിക്കുന്ന ഏറ്റവും വലിയ തൊഴിൽ ശക്തി അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ഇന്ത്യയുടേതായിരിക്കും. ആ തൊഴിൽ ശക്തിയുടെ മുൻനിരയിൽ നിങ്ങൾ ഉണ്ടാകണം. ലോകം ഇന്ത്യയെ ഒരു കഴിവുള്ളവരുടെ കലവറയായിട്ടാണ് കാണുന്നത്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദവും നമ്മുടെ കരിയറിനെ ബാധിക്കുന്ന ആഗോള മാറ്റങ്ങളും ലളിതമായിട്ട് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ ടോക്സ് വിത്ത് അബി ലക്ഷ്യമിടുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഈ നീക്കത്തെ കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് വളരാം, ലോകത്തെ മാറ്റാം. അടുത്തൊരു ഗ്ലോബൽ ടോക്കുമായിട്ട് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ് ഫ്രം ഗ്ലോബൽ ടോക്സ് വിത്ത് അബി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.